വയനാട് ബാങ്ക് നിയമന തട്ടിപ്പിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കൂടുതൽ പരാതി. KPCC എക്സിക്യൂട്ടീവ് അംഗം KL പൗലോസ് പണം വാങ്ങി എന്നാണ് പരാതി. 4 പേർ ചേർന്ന് 12 ലക്ഷം രൂപ വാങ്ങിയെന്ന് പുൽപ്പള്ളി സ്വദേശി സനു രാജപ്പൻ ബത്തേരി ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. സമീർ സി മുഹമ്മദ് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഇതിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുകയാണ്. കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന സാഹചര്യവുമുണ്ട്. ഒരു ഭാഗത്താണെങ്കിൽ CPM-ന്റെ പ്രതിഷേധവും തുടരുന്നു. അതിനിടയിൽ പുതിയൊരു പരാതി. എന്താണ് അതിന്റെ ഉള്ളടക്കം? വിശദാംശങ്ങൾ എന്താണ് സമീർ സി മുഹമ്മദ്? വിജിത്ത്, വയനാട്ടിലെ സഹകരണ ബാങ്ക് നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിരോധത്തിലാകുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുള്ളംകൊല്ലി സർവീസ് സഹകരണ ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് 12 ലക്ഷം രൂപ വാങ്ങി എന്നാണ് KPCC എക്സിക്യൂട്ടീവ് അംഗം KL പൗലോസിനും മറ്റു 3 പേർക്കുമെതിരായിട്ടുള്ള പരാതി. ഈ പുൽപ്പള്ളി സ്വദേശിയായിട്ടുള്ള സനു രാജപ്പനാണ് ബത്തേരി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ജോലിക്കായി 4 നേതാക്കൾക്കും കൂടി തന്നിൽ നിന്ന് 12 ലക്ഷം രൂപ അവർ വാങ്ങി എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. 2019 ഈ ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ ചില സാങ്കേതിക തടസ്സമുണ്ട്. ഒരു ശബ്ദത്തിനൊരു വ്യക്തത കുറവുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം സമീറിലേക്ക് എത്താം. വയനാട് ബാങ്ക് നിയമന കേസിലാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഒരു പരാതി കൂടി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. KPCC എക്സിക്യൂട്ടീവ് അംഗം KL പൗലോസ് പണം വാങ്ങി എന്നുള്ളതാണ് പരാതി. 4 പേർ ചേർന്ന്, മറ്റ് ചില ആളുകൾ കൂടി പരാതിയുടെ ഭാഗമാകുന്നു. 4 പേർ ചേർന്ന് 12 ലക്ഷം രൂപ വാങ്ങിയെന്ന് പുൽപ്പള്ളി സ്വദേശിയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിക്കാരൻ്റെ പ്രതികരണം ഒന്ന് കാണാം. എനിക്ക് 2018 പോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. തുകയും മറ്റു കാര്യങ്ങളുമൊക്കെ വളരെ വിശദമായിട്ട് സൂപ്രണ്ട് ഓഫ് പോലീസിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് പരാതി. ഈ കേസിനകത്ത് പറഞ്ഞിട്ടുള്ള 4 ആളുകളും വളരെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളും രേഖകളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ആ രേഖകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതും അത് പറയേണ്ടതും ബന്ധപ്പെട്ട പോലീസ് അധികാരികളോട്. KL പൗലോസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് പ്രതികളാണ്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ എവിടെ വേണം കൊടുക്കാം. എനിക്ക് 12 ലക്ഷം രൂപയോളം ഇന്നത്തെ വന്നിട്ടുണ്ട്. അതിൻ്റെ പലിശ തന്നെ ഞാൻ 5 വർഷത്തോളം കൊടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ. KL പൗലോസ് അടക്കമുള്ള 4 പേർക്കെതിരായിട്ടുള്ള സമഗ്രമായ അന്വേഷണം നടക്കും. സമീർ സി മുഹമ്മദ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകും. അതിനു മുമ്പ് നമ്മൾ ചെറിയൊരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഷോർട്ട് ബ്രേക്ക്.